ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 2014 LDC മലപ്പുറം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതിന് ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗമാണോ? ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്. ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ആണ് മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് HIV. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് USA-ലാണ്. 1981 ജൂൺ 5-ന് USA-ലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നതും എയ്ഡ്സ് ആണ്. തുടക്കത്തിൽ എയ്ഡ്സ് അറിയപ്പെട്ടിരുന്നത് ഗ്രിഡ് രോഗം എന്ന പേരിലായിരുന്നു. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം. എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായി ഒരു കൂട്ടം രോഗങ്ങൾക്ക് അടിമയായി തീരുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായി ഒരു കൂട്ടം രോഗങ്ങൾക്ക് അടിമയായി തീരുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. HIV തിരിച്ചറിയാനുള്ള പ്രാഥമിക ടെസ്റ്റ് എലീസ ടെസ്റ്റാണ്. എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ടാണ്. എയ്ഡ്സ് രോഗികൾക്ക് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ പരിചരണം നടത്തുന്ന പരിപാടിയാണ് ART, ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ്. ART അഥവാ ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റി റെട്രോ വൈറൽ ചികിത്സയിലൂടെ എയ്ഡ്സ് രോഗത്തിൻ്റെ തീവ്രത കുറച്ച് ആയുർദൈർഘ്യം കൂട്ടാനാക്കും. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. 1986 ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള ജില്ല പാലക്കാടാണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 1988 മുതലാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത്. എയ്ഡ്സ് ബാധിതരുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് ചുവപ്പ് റിബണാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ്. എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഏത്? ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങളാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവമണ്ഡലത്തിൻ്റെ പാചകപ്പുര എന്നറിയപ്പെടുന്നത് ഇലകളാണ്. ഇലകളാണ് ജീവമണ്ഡലത്തിൻ്റെ പാചകപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹരിതകണങ്ങൾ കാണപ്പെടുന്നതും ഇലകളിലെ കോശങ്ങളിലാണ്. ഇലകളിലെ കോശങ്ങളിലാണ് ഹരിതകണങ്ങൾ കാണപ്പെടുന്നത്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. സൗരോർജ്ജം സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. സൗരോർജ്ജം സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം എന്നതിൽ അറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകവും CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിനാണ്. കാൽവിൻ സൈക്കിൾ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതു വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും. കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനുമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഹരിതഗ്രഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, മീഥൈൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നിവയാണ്. പ്രധാനപ്പെട്ട ഹരിതഗ്രഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, മീഥൈൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഇവയെല്ലാമാണ്. അന്തരീക്ഷത്തിലെ താപനില വർദ്ധിപ്പിക്കുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. ഹരിതഗ്രഹ പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് ഫോറിയർ. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തുവിടുന്നത് നിയന്ത്രിക്കാനായി നിലവിൽ വന്ന അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ ഉടമ്പടി. ജപ്പാനിൽ വെച്ചിട്ടായിരുന്നു ക്യോട്ടോ ഉടമ്പടി ഒപ്പുവെച്ചത്.
ഇത് 1997 1997 ക്യോട്ടോ ഉടമ്പടി ഒപ്പുവെച്ചത്. 1997 ക്യോട്ടോ ഉടമ്പടി ഒപ്പുവെച്ചത്. ക്യോട്ടോ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 2005 ഫെബ്രുവരി 16 2005 ഫെബ്രുവരി 16 ക്യോട്ടോ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത്. അന്തരീക്ഷത്തിലേക്ക് CO2 പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ ടാക്സ്. കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 0. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം 0 ആയിരിക്കും. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജ്ജമാണ്. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഉയരമുള്ളൊരു ടാങ്കിലുള്ള ജലത്തിൻ്റെ ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. ഭൂമിയിൽ എല്ലാ ഊർജ്ജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എനർജി കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് 2002 മാർച്ചിലാണ് എനർജി കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത്. ഊർജ്ജ സ്രോതസ്സുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും. വർഷങ്ങളായി ഉപയോഗത്തിലിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഇവ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നു. കൽക്കരി, പ്രകൃതിവാതകം ഇതെല്ലാം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി മറ്റേത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്, നോൺ കൺവെൻഷണൽ എനർജി. പ്രധാനമായും പുതുക്കപ്പെടാവുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ഇവ. കാറ്റ്, തിരമാല, സൗരോർജ്ജം, ജിയോ തെർമൽ എനർജി ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഫെറമോൺ. ഫെറമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്. ഉറുമ്പുകൾ നിരനിരയായി പോകുന്നതിന് കാരണം ഫെറമോണാണ്. ഉറുമ്പുകൾ നിരനിരയായി പോകുന്നതിന് കാരണം ഫെറമോണാണ്. വെരുക് പുറപ്പെടുവിക്കുന്നത് സിവറ്റോണാണ്. സിവറ്റോണാണ് വെരുക് പുറപ്പെടുവിക്കുന്നത്. പട്ടുനൂൽപ്പുഴു പുറപ്പെടുവിക്കുന്നത് ബോംബിക്കോളാണ്. ബോംബിക്കോളാണ് പട്ടുനൂൽപ്പുഴു പുറപ്പെടുവിക്കുന്നത്. ആശയവിനിമയത്തിനായി നൃത്തം ചെയ്യുന്ന ജീവി തേനീച്ചയാണ്. ആശയവിനിമയത്തിനായി നൃത്തം ചെയ്യുന്ന ജീവി തേനീച്ചയാണ്. മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണം ലൂസിഫറിനാണ്. ലൂസിഫറിനാണ് മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണം. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം? ഗോപാൽപൂർ. ഗോപാൽപൂർ ആയിരുന്നു ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം. കൊടുങ്കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ശരാശരി 52 മുതൽ 96 കിലോമീറ്റർ വരെയാണ്. 52 മുതൽ 96 കിലോമീറ്റർ വരെ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലെ പ്രതിഭാസമാണ് ടൊർണാഡോ കൊടുങ്കാറ്റ്. ഫൈലിൻ ചുഴലിക്കാറ്റ് ഉടലെടുത്തത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന അതിശക്തമായ ചുഴലിക്കാറ്റാണ് ചക്രവാതം അഥവാ സൈക്ലോൺ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ബാരോമീറ്ററിലെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ്. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ബാരോമീറ്ററിലെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില വെള്ളച്ചാട്ടങ്ങളും അവ എവിടെയെല്ലാമാണെന്നും നോക്കാം. തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ്. ഇടുക്കി ജില്ലയിലെ പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പാലരുവി വെള്ളച്ചാട്ടം ആര്യങ്കാവ്. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവാണ് പാലരുവി വെള്ളച്ചാട്ടം. ആതിരപ്പള്ളിയും വാഴച്ചാലും ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളിയും വാഴച്ചാലും. സൂചിപ്പാറ വയനാട്ടിലാണ്. സൂചിപ്പാറ വയനാട് ജില്ലയിലാണ്. പെരിങ്ങൽകൂത്ത് വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാടാണ്. വയനാട്ടിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോടാണ്. തുഷാരഗിരി കോഴിക്കോടാണ്. കാന്തൻപാറയും ചെതലയും വയനാടാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടവും ചെതലയും വെള്ളച്ചാട്ടവും വയനാടാണ്.
മരമ്മല വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. മരമ്മല വെള്ളച്ചാട്ടവും തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ഇടുക്കിയിലാണ്. കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന വനിത. ജസീറ. ജസീറയായിരുന്നു കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയത്. കണ്ണൂർ മാടായി ഗ്രാമ സ്വദേശിയാണ് ജസീറ. കണ്ണൂർ മാടായി ഗ്രാമ സ്വദേശിയാണ് ജസീറ. മണൽവാരലിനെതിരെ ഡൽഹിയിൽ കേരള ഹൗസിന് മുന്നിലാണ് ജസീറ സമരം നടത്തിയത്. മണൽവാരലിനെതിരെ ഡൽഹിയിലെ കേരള ഹൗസിന് മുന്നിലാണ് ജസീറ സമരം നടത്തിയത്. മണിപ്പൂരിൽ അഫ്സർ നിയമത്തിനെതിരെ 10 വർഷത്തിലേറെ സമരം നടത്തിയത് ഇറംഷാൻ ഷർമിളയായിരുന്നു. പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ. ഭുവനേശ്വറിലാണ് പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയിലാകെ 17 റെയിൽവേ സോണുകളാണുള്ളത്. 17 റെയിൽവേ സോണുകൾ. 1951 നവംബർ 5 നിലവിൽ വന്ന സെൻട്രൽ വെസ്റ്റേൺ റെയിൽവേ സോണാണ് ആദ്യത്തേത്. 1951 നവംബർ 5 നിലവിൽ വന്ന സെൻട്രൽ വെസ്റ്റേൺ റെയിൽവേ സോണാണ് ആദ്യത്തേത്. സദേൺ റെയിൽവേ സോൺ സ്ഥാപിതമായത് 1951 ഏപ്രിൽ 14 1951 ഏപ്രിൽ 14. ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത റെയിൽവേ സോൺ കൊൽക്കത്ത മെട്രോ റെയിൽവേയാണ്. 2010 ഡിസംബറിൽ കൊൽക്കത്ത മെട്രോ റെയിൽവേയാണ് ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത റെയിൽവേ സോൺ. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ CST ആണ്. മുംബൈ CST ആണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. ഈസ്റ്റേൺ അഥവാ പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. നോർത്തേൺ അഥവാ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നോർത്തേൺ അഥവാ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വെസ്റ്റേൺ അഥവാ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച്ഗേറ്റാണ്. മുംബൈ ചർച്ച്ഗേറ്റാണ് വെസ്റ്റേൺ അഥവാ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. സദേൺ അഥവാ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. സദേൺ അഥവാ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. നോർത്ത് ഈസ്റ്റേൺ ഉത്തരപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂറാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറാണ് നോർത്ത് ഈസ്റ്റേൺ അഥവാ ഉത്തരപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് വെസ്റ്റേൺ അഥവാ ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. രാജസ്ഥാനിലെ ജയ്പൂരാണ് നോർത്ത് വെസ്റ്റേൺ അഥവാ ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് സെൻട്രൽ അഥവാ ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദാണ്. ഉത്തർപ്രദേശിലെ അലഹബാദാണ് നോർത്ത് സെൻട്രൽ അഥവാ ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഉത്തരപൂർവ്വ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം മാലിഗാവാണ്. ആസാമിലെ മാലിഗാവാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ അഥവാ ഉത്തരപൂർവ്വ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം. മാലിഗാവ്, ആസാം. സൗത്ത് ഈസ്റ്റേൺ അഥവാ ദക്ഷിണപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സൗത്ത് ഈസ്റ്റേൺ അഥവാ ദക്ഷിണപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സൗത്ത് വെസ്റ്റേൺ അഥവാ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഹൂബ്ലിയാണ്. കർണാടകയിലെ ഹൂബ്ലിയാണ് സൗത്ത് വെസ്റ്റേൺ അഥവാ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് സെൻട്രൽ ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദരാബാദാണ്. ആന്ധ്രാപ്രദേശിലെ സെക്കന്ദരാബാദാണ് സൗത്ത് സെൻട്രൽ അഥവാ ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ അഥവാ ദക്ഷിണ പൂർവ്വ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂറാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂറാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അതായത് ദക്ഷിണ പൂർവ്വ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂറാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ. ഈസ്റ്റ് സെൻട്രൽ പൂർവ്വ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഹാജിപൂരാണ്. ബീഹാറിലെ ഹാജിപൂരാണ് ഈസ്റ്റ് സെൻട്രൽ അഥവാ പൂർവ്വ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. ഈസ്റ്റ് കോസ്റ്റ് അഥവാ പൂർവ്വ തീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വറാണ് ഈസ്റ്റ് കോസ്റ്റ് അഥവാ പൂർവ്വ തീര റെയിൽവേയുടെ ആസ്ഥാനം. വെസ്റ്റ് സെൻട്രൽ പശ്ചിമ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ജബൽപൂരാണ്. മധ്യപ്രദേശിലെ ജബൽപൂരാണ് വെസ്റ്റ് സെൻട്രൽ അഥവാ പശ്ചിമ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. കൊൽക്കത്ത മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത തന്നെയാണ്. കൊൽക്കത്ത. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായലാണ് 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്ന്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനായി റാംസർ കൺവെൻഷൻ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. 1971 ഫെബ്രുവരി 2-ന്.
തണ്ണീർത്തട സംരക്ഷണ ദിനവും അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഫെബ്രുവരി 2 തണ്ണീർത്തട സംരക്ഷണ ദിനം. തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1975 ഡിസംബർ 21 ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2 നിലവിൽ വന്നത് 1975 ഡിസംബർ 21 റംസാർ എന്ന സ്ഥലം ഇറാനിലാണ്. റാംസർ എന്ന സ്ഥലം ഇറാനിലാണ്. റാംസർ ഏത് തടാകരയിലാണെന്ന് ചോദിച്ചാൽ കാസ്പിയൻ കടൽ അഥവാ കാസ്പിയൻ തടാകത്തിലാണ് റാംസർ. റാംസർ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചവ വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നിവയാണ്. ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, വേമ്പനാട്ടുകായൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്ന കായലുകൾ. റാംസാർ പട്ടികയിൽ കേരളത്തിൽ അടുത്തതായി ഇടം പിടിക്കുന്നത് കവ്വായ് കായലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ കവ്വായ് കായൽ.